ഹായ് ഫ്രണ്ട്സ്, +2 ഹ്യൂമാനിറ്റീസിൻ്റെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് മൂന്നാമത്തെ ചാപ്റ്റർ, അതായത് ക്രിയേറ്റിംഗ് പ്രൊഫഷണൽ ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഗ്രാഫിക്സ് ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യമായിട്ട് നമ്മൾ ചാർട്ട്സ് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് പഠിക്കുന്നത്. ഓക്കെ, ചാർട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഡേറ്റയെ ബേസ് ചെയ്ത് അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടാക്കുന്നതാണ് നമ്മൾ ചാർട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം കുറച്ച് ഡേറ്റ വേണം. ഓക്കെ, ആ ഡേറ്റ നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ അതിനകത്ത്, അതായത് ഏത് ഓഫീസ് ഏതിലാണോ, അതായത് ലിബ്രെ ഓഫീസ് റൈറ്ററിലാണെങ്കിൽ നമ്മൾ ടേബിൾ ഫോമാറ്റിൽ ഡേറ്റ ക്രിയേറ്റ് ചെയ്യും. ഡേറ്റ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ആ ടേബിൾ സെലക്ട് ചെയ്യും. ഓക്കെ, ഏത് വെച്ചിട്ടാണോ നമുക്ക് ചാർട്ട് ഉണ്ടാക്കേണ്ടത് ആ ടേബിളിന് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിന് ശേഷം മെനുവിൽ പോയിട്ട് ഇൻസേർട്ട് മെനു എടുക്കണം. ഓക്കെ, ഇൻസേർട്ട് മെനുവിനകത്ത് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, അതായത് ഒരു സബ് മെനു ഉണ്ട്. ആ ഒബ്ജക്റ്റിനകത്ത് ചാർട്ട് എന്നുള്ള ഓപ്ഷൻ വേണം നമ്മൾ എടുക്കാനായിട്ട്. സോ അപ്പം ആദ്യം നമ്മൾ ഏത് ടേബിൾ വെച്ചിട്ട്, ഏത് ടേബിൾ ഓഫ് ഡേറ്റയിലാണോ നമുക്ക് ചാർട്ട് ഉണ്ടാക്കേണ്ടത് ആ ടേബിൾ നമ്മൾ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് മെനുവിൽ ഒബ്ജക്റ്റിനകത്ത് ചാർട്ട് എന്നുള്ള ഓപ്ഷൻ നമ്മൾ എടുക്കണം. സോ അപ്പം ഇങ്ങനെ ചാർട്ട് വിസാർഡ് ഓപ്പണായി വരും. ഓക്കെ, ഈ ചാർട്ട് വിസാർഡിനകത്ത് നമുക്ക് പല ടൈപ്പ് ഓഫ് ചാർട്ടുകളുണ്ട്. ഓക്കെ, ബാർ ചാർട്ട്, ലൈൻ ചാർട്ട്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ചാർട്ടുകളുണ്ട്. അപ്പോൾ അതിൽ ഏത് ടൈപ്പ് ചാർട്ടാണോ നമുക്ക് ആവശ്യമുള്ളത്, അതിപ്പോൾ വെർട്ടിക്കലാണോ ഹൊറിസോണ്ടലാണോ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ളതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഒരു ചാർട്ട് ടൈപ്പ് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. Okay, so select the chart type from the chart wizard dialog box. Then അതുപോലെ തന്നെ ഡേറ്റ റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഏത് മുതൽ ഏത് വരെയുള്ള ഡേറ്റയിലാണ് നമ്മളിത് പ്ലോട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡേറ്റ സീരീസ്, ആ ചാർട്ടിനകത്ത് എന്തൊക്കെ എലമെൻറ്റ്സ് വേണം ഇൻക്ലൂഡ് ചെയ്യാനുണ്ടോ അതെല്ലാം നമ്മളിവിടെ കൊടുക്കും. ഈ ചാർട്ട് വിസാർഡിനകത്ത് നമ്മൾ കൊടുത്തതിന് ശേഷം ഫിനിഷ് ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റിനകത്ത് ഇതുപോലെ ഒരു ചാർട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതിലേക്ക് ഇൻസേർട്ട് ആവും. അപ്പോൾ ഇവിടെ നമ്മൾ ബാർ ചാർട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു 2D ബാർ ചാർട്ടാണ് നമുക്കവിടെ ഇൻസേർട്ടായി വന്നിരിക്കുന്നത്. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ഡേറ്റ യൂസ് ചെയ്ത് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ ചാർട്ട് ഇൻസേർട്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ടേബിൾ ഓഫ് ഡേറ്റ എടുക്കണം. ആ ഡേറ്റ സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് മെനുവിൽ പോയിട്ട് ഒബ്ജക്റ്റിനകത്ത് ചാർട്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. അപ്പോൾ നമുക്ക് ചാർട്ട് വിസാർഡ് ഡയലോഗ് ബോക്സ് ഓപ്പണായി വരും. അതിനകത്ത് നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് ചാർട്ടാണോ നമുക്ക് ആവശ്യം, അതിൽ ഏത് മുതൽ ഏത് വരെയുള്ള ഡേറ്റ റെപ്രസെൻ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ഫിനിഷ് കൊടുക്കുമ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് ചാർട്ട് ഇൻസേർട്ട് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. ഓക്കെ, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഓൾറെഡി നമ്മുടെ കീബോർഡിനകത്ത് കുറച്ച് സ്പെഷ്യൽ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. അത് പോയിട്ട് നമുക്ക് പല ടൈപ്പ് ഓഫ് സിമ്പിൾസൊക്കെ നമ്മൾ ചിലപ്പോൾ പ്രൊഫഷണൽ ഡോക്യുമെൻറ്റ്സിൽ യൂസ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നിരിക്കുന്ന കോപ്പിറൈറ്റ് സിമ്പൽ, പിന്നെ അതുപോലെ തന്നെ റുപ്പീസിൻ്റെ സിമ്പലുണ്ട്, അങ്ങനെ ഒരുപാട് സിമ്പിൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഏത് സിമ്പൽ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻസേർട്ട് മെനുവിൽ പോകണം. ഇൻസേർട്ട് മെനുവിൽ പോയി സ്പെഷ്യൽ ക്യാരക്ടർ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പണായി വരും. ഈ ഡയലോഗ് ബോക്സിനകത്ത് ഒരുപാട് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അവൈലബിൾ ഉണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് ഏതാണോ വേണ്ടത് അതിൻ്റെ മുകളിൽ പോയി ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റിൽ ഇപ്പോൾ കർസർ എവിടെയാണോ നിൽക്കുന്നത് ആ പൊസിഷനിലേക്ക് ഈ ഒരു പെർട്ടിക്കുലർ സ്പെഷ്യൽ ക്യാരക്ടർ ഇൻക്ലൂഡ് ആവും. ഓക്കെ, സോ ഈ സ്പെഷ്യൽ ക്യാരക്ടേഴ്സിനെ തന്നെ നമ്മൾ സിമ്പിൾസ് എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പം ഇൻസേർട്ടിങ് സിമ്പിൾസ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഇത് തന്നെയാണ് എഴുതുന്നത്. ഇൻസേർട്ടിനകത്ത് സ്പെഷ്യൽ ക്യാരക്ടർ എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് തന്നെ ഇവിടെ ഫോണ്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഈ ഫോണ്ട് സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഒരുപാട് സിമ്പിൾസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അതിലേത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഇൻസേർട്ട് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഇൻസേർട്ടിങ് പേജ് ബ്രേക്ക്. ഓക്കെ, പേജ് ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഡോക്യുമെൻറ്റ് നമ്മൾ
ടൈപ്പ് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവരുവാണ്. അപ്പോൾ ഒരു ബുക്ക് ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്റർ നമ്മൾ എവിടെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്? അടുത്ത പേജിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ നോർമലി അറിഞ്ഞുകൂടാത്ത ഒരാളാണെങ്കിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് എൻ്റർ അടിച്ച് അടുത്ത പേജിൽ പോകും. അടുത്ത പേജ് മുതൽ പിന്നെ അടുത്തത് ടൈപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും അല്ലേ? അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നീട് ഈ ഡോക്യുമെൻ്റ് അലൈൻമെൻ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അലൈൻമെൻറ്റിൽ വ്യത്യാസം വരുമ്പോൾ ഈ കിടക്കുന്ന ഡേറ്റയൊക്കെ ചിലപ്പോൾ പ്രീവിയസ് പേജിലേക്ക് കയറിയെന്ന് വരും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേജ് ബ്രേക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പേജ് ബ്രേക്സ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ബുക്സൊക്കെ അല്ലെങ്കിൽ ഏതൊരു ഡോക്യുമെൻറ്റും ആകട്ടെ അടുത്ത പേജ് മുതൽ അടുത്ത പേജിലേക്ക് ഫ്രഷ് ആയിട്ട് നമുക്ക് കണ്ടൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേജ് ബ്രേക്സ് കൊടുക്കുന്നത്. അങ്ങനെ പേജ് ബ്രേക്സ് കൊടുത്താണ് കണ്ടൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ അലൈൻമെൻറ്റിൽ എന്ത് വ്യത്യാസം വന്നാലും അവിടെ അത് റിഫ്ലക്റ്റ് ചെയ്യില്ല. അതും ഇങ്ങനെ പ്രീവിയസ് പേജിലേക്കൊന്നും പോകത്തില്ല, അത് ആ പേജിൽ തന്നെ നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ അഥവാ ഒരു പേജ് ഇങ്ങോട്ട് മാറേണ്ടി വന്നാലും അത് ഫ്രഷായിട്ട് ഒരു പേജിൽ ആ കണ്ടൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരിക്കും അലൈൻമെൻറ്റ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേജ് ബ്രേക്സ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ പേജ് ബ്രേക്സ് ഇൻസേർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻസേർട്ട് മെനുവിൽ പോയിട്ട് മാനുവൽ ബ്രേക്ക് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ഇൻസേർട്ട് മെനുവിൽ മാനുവൽ ബ്രേക്ക് എന്ന് കൊടുക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻസേർട്ട് ബ്രേക്ക് ഡയലോഗ് ബോക്സ് വരും. ഇവിടെ തന്നെ നമുക്ക് പല ടൈപ്പ് ഓഫ് ബ്രേക്കുകളുണ്ട്. അതിൽ നമ്മൾ പേജ് ബ്രേക്കിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. അതുപോലെ തന്നെ കോളം ബ്രേക്ക് ഉണ്ട്. കോളം ബ്രേക്ക് എന്ന് പറയുന്നത് നമ്മൾ ന്യൂസ് പേപ്പർ പോലെയുള്ള മൾട്ടിപ്പിൾ കോളംസ് വരുന്ന കുറേ കോളംസ് ആയിട്ടാണ് നമ്മുടെ കണ്ടൻറ്റ്സ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഒരു തീരുന്നതിന് മുമ്പ് തന്നെ നമുക്കിനി നമ്മുടെ ബാക്കി മാറ്റർ മുഴുവൻ അടുത്ത കോളത്തിലാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് കോളം ബ്രേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടുത്ത കോളത്തിലേക്ക് പോകും. അതുപോലെ തന്നെ ലൈൻ ബ്രേക്ക് ഉണ്ട്. ലൈൻ ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈനിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് അടുത്ത ലൈൻ മുതലേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ലൈൻ ബ്രേക്ക്. ഓക്കെ, അങ്ങനെ ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് ബ്രേക്സ് ആണ് ഉള്ളത്. അപ്പോൾ പേജ് ബ്രേക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പേജ് ബ്രേക്ക് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ പേജ് ബ്രേക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഒരു കീബോർഡ് ഷോർട്ട് കട്ടും ഉണ്ട്. അതാണ് കൺട്രോൾ എൻ്റർ. അപ്പോൾ കൺട്രോൾ കീയും എൻ്റർ കീയും ഒരുമിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേജ് ബ്രേക്ക് മാനുവലി ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ പേജ് ബ്രേക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്രഷ് ആയിട്ട് ഒരു പുതിയ പേജിലേക്ക് നമുക്ക് നമ്മുടെ മാറ്റർ അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേജ് ബ്രേക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ 3 ടൈപ്പ് ഓഫ് ബ്രേക്കുകളുണ്ട്. ലൈൻ ബ്രേക്ക് ഉണ്ട്, കോളം ബ്രേക്ക് ഉണ്ട്, പേജ് ബ്രേക്ക് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പേജ് ബോർഡേഴ്സ് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, പേജ് ബോർഡേഴ്സ് നമ്മുടെ എന്താ പറയുക ഡോക്യുമെൻറ്റിൽ എല്ലാ പേജിനും നമുക്ക് ബോർഡേഴ്സൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ബോർഡേഴ്സ് കൊടുക്കാൻ വേണ്ടി ഫോർമാറ്റ് മെനുവിൽ പോയിട്ട് പേജ് എന്നുള്ള ഓപ്ഷനാണ് എടുക്കുന്നത്. ഫോർമാറ്റ് മെനുവിൽ പോയിട്ട് പേജ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിയുമ്പോൾ ഇതുപോലെ ഒരു പേജ് സ്റ്റൈൽ ഡയലോഗ് ബോക്സ് വരും. ഓക്കെ, ഈ പേജ് സ്റ്റൈൽ ഡയലോഗ് ബോക്സിനകത്ത് കുറേ ടാബുകൾ ഇവിടെ ഉണ്ട്. ആ ടാബിനകത്തുനിന്ന് ബോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു ടാബാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് വേണ്ടത് പേജ് ബോർഡറാണ്. അപ്പോൾ ബോർഡേഴ്സ് എന്നുള്ള ടാബ് നമ്മൾ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ഈ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് ഡീഫോൾട്ട് അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പേജിനകത്ത് എവിടെയൊക്കെ ബോർഡേഴ്സ് അപ്പിയർ ചെയ്യണം എന്നുള്ളത് കാണിക്കുന്നത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുകളിലും താഴെയും മാത്രം മതിയെങ്കിൽ ആ ഒരു ഓപ്ഷൻസ് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കും. അല്ല 4 ചുറ്റിലും വേണമെങ്കിൽ നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി അതുപോലെ ഷാഡോ എഫക്റ്റ് വരുത്തണമെങ്കിൽ അത് അങ്ങനെ കൊടുക്കാനായിട്ട് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ബോർഡർ ലൈനിൻ്റെ പല ടൈപ്പ് ഓഫ് സ്റ്റൈൽ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. സോളിഡ് ലൈൻ വേണോ, അല്ലെങ്കിൽ ഡാഷായിട്ട് വരണോ, അല്ലെങ്കിൽ ഡോട്ടായിട്ട് വരണോ, ഇങ്ങനെയൊക്കെയുള്ള കുറേ സ്റ്റൈലുകളൊക്കെ ഇതിനകത്തുണ്ട്. അതിലേത് സ്റ്റൈൽ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഇവിടെ പറ്റും. അതുപോലെ തന്നെ ആ ലൈനിന് എന്ത് കളറാണ് കൊടുക്കേണ്ടത് ആ കളർ നമുക്കിവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു കുറച്ച് വിട്ട് മാറിയൊക്കെ വരണമെങ്കിൽ അതിവിടെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കൊടുത്തതിന് ശേഷം ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേജ് ബോർഡർ സെറ്റാവും. അപ്ലൈ കൊടുക്കുമ്പോൾ ഓക്കെ അല്ലെങ്കിൽ അപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ഡോക്യുമെൻറ്റിനകത്ത് ഓരോ പേജിനും ബോർഡേഴ്സ് ഇൻക്ലൂഡ് ആവും അതിനകത്ത്.
ഓക്കെ. സോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പേജ് ബോർഡേഴ്സ് സെറ്റ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഡോക്യുമെൻറ്റിൽ വാട്ടർമാർക്ക് ചെയ്യാറുണ്ട്. വാട്ടർമാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും, ചില ഡോക്യുമെൻറ്റിനകത്ത് ഡ്രാഫ്റ്റ് എന്നൊക്കെ കാണാറുണ്ട്. അതായത് നമ്മുടെ മാറ്ററിന് പുറകിലായിട്ട് അത്ര വിസിബിൾ അല്ലാത്ത രീതിയിൽ നമ്മൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ചില ഡോക്യുമെൻറ്റിൽ നമ്മൾ ലോഗോ കൊടുക്കാറുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ മാറ്ററാണ് എന്നുള്ളത് ആ ഒരു അധികാരം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാട്ടർമാർക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഒരു ഡോക്യുമെൻറ്റ്, അപ്പോൾ അത് എൻ്റെ പേരിൽ എനിക്ക് സേവ് ചെയ്യാൻ അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ഐഡൻറ്റിറ്റി അതിനകത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വാട്ടർമാർക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ വാട്ടർമാർക്ക് ഈസ് എ ഫെസിലിറ്റി ടു ഡിഫൈൻ ടെക്സ്റ്റ്, ഗ്രാഫിക്സ് ഓർ കളേഴ്സ് ഇൻ ദി ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി ഡോക്യുമെൻറ്റ് പേജസ്. അപ്പോൾ നമ്മുടെ വാട്ടർമാർക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടെയാണ് വരുന്നത്? നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ എല്ലാം പേജിൽ ബാക്ക്ഗ്രൗണ്ടിലായിട്ടാണ് വരുന്നത്. ഫോർഗ്രൗണ്ടിൽ നമ്മുടെ ടൈപ്പ് ചെയ്തിരിക്കുന്ന കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ വരും. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ബാക്ക്ഗ്രൗണ്ടായിട്ടായിരിക്കും ഈ വാട്ടർമാർക്ക് വരുന്നത്. വാട്ടർമാർക്കിനകത്ത് നമുക്ക് ടെക്സ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാം, ഗ്രാഫിക്സ് കൊടുക്കാം, കളേഴ്സ് സെറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അതിനകത്ത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഇനി ഈ വാട്ടർമാർക്ക് എപ്പോഴും നമുക്ക് പേജ് ബാക്ക്ഗ്രൗണ്ടുമായിട്ട് മെർജ് വരുന്ന രീതിയിലാണ് കാണുന്നത്. ഇൻ റൈറ്റർ, വാട്ടർമാർക്ക് ക്യാൻ ബി ഇൻസേർട്ടഡ് ഓൺലി വൈൽ എക്സ്പോർട്ടിംഗ് ദ ഡോക്യുമെൻറ്റ് ടു ദി PDF. ഓക്കെ. നമ്മുടെ റൈറ്ററിനകത്ത്, ലിബ്രെ ഓഫീസ് റൈറ്ററിനകത്ത് വാട്ടർമാർക്ക് ഇൻസേർട്ട് ചെയ്യണം എങ്കിൽ നമ്മൾ നമ്മുടെ ഡോക്യുമെൻറ്റിനെ PDF ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്കതിനകത്ത് വാട്ടർമാർക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പ്രൊവിഷനുള്ളൂ. ഓക്കെ. അപ്പോൾ വാട്ടർമാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമുക്ക് പിക്ചേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റോ ഒക്കെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ വാട്ടർമാർക്ക് എന്ന് പറയുന്നത്. അത് ലിബ്രെ ഓഫീസ് റൈറ്ററിൻ്റെ കേസിൽ PDF ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് വാട്ടർമാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. ഇനി വാട്ടർമാർക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഫയൽ മെനുവിൽ പോയിട്ട് എക്സ്പോർട്ട് ആസ് PDF എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഡോക്യുമെൻറ്റിനെ നമ്മൾ PDF ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ഓക്കെ. അപ്പോൾ എക്സ്പോർട്ട് ആസ് PDF എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ ഇതുപോലെ PDF ഓപ്ഷൻസ് ഡയലോഗ് ബോക്സ് വരും. ഈ ഡയലോഗ് ബോക്സിനകത്ത് നമ്മൾ വാട്ടർമാർക്ക് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. സൈൻ വിത്ത് വാട്ടർമാർക്ക് എന്ന് കൊടുത്തിട്ട് എന്താണോ വാട്ടർമാർക്ക് ടെക്സ്റ്റായിട്ട് നമുക്ക് അവിടെ ഡിസ്പ്ലേ വരേണ്ടത് അതിവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റ് PDF ആയിട്ട് എക്സ്പോർട്ട് ആവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഈ ടെക്സ്റ്റ് വാട്ടർമാർക്കായിട്ട് അതിൻ്റെ എല്ലാ പേജസിലും ബാക്ക്ഗ്രൗണ്ടിൽ വരികയും ചെയ്യും. ഓക്കെ. അപ്പോൾ അതാണ് ഇൻസേർട്ടിങ് വാട്ടർമാർക്സ്. ഇനി വാട്ടർമാർക്സ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫയൽ മെനുവിൽ പോയിട്ട് എക്സ്പോർട്ട് ആസ് PDF എന്നുള്ള ഓപ്ഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. സോ അപ്പം ഇങ്ങനെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിനകത്ത് PDF ആയിട്ട് കൺവേർട്ട് ചെയ്ത് കിട്ടിയതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതാണ് ക്ലീൻലിനെസ് എന്നുള്ള രീതിയിൽ കാണിച്ചിരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ഡ്രാഫ്റ്റ് എന്ന് എഴുതാറുണ്ട്. അങ്ങനെയൊക്കെ പല പല കാര്യങ്ങൾ നമ്മൾ എഴുതാറുണ്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട്. ഓക്കെ. അതാണ് വാട്ടർമാർക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ടെക്സ്റ്റിനെ ടേബിളായിട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്നുള്ളത്. കൺവേർട്ടിങ് ടെക്സ്റ്റ് ടു ടേബിൾ. ഓക്കെ. നമുക്ക് ലിബ്രെ ഓഫീസ് റൈറ്ററിനകത്ത് നമുക്ക് ടെക്സ്റ്റ് മാറ്ററിന് ഡയറക്റ്റ്ലി ടേബിളായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി അവൈലബിൾ ആണ്. അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട്. ഓക്കെ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഡേറ്റയെ ടാബുലർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഓൾറെഡി നമ്മുടെ കയ്യിൽ ടെക്സ്റ്റ് മാറ്റർ ഉണ്ട്, അതിനെ ടാബുലർ ഫോമിലേക്ക് മാറ്റാം വിത്തൗട്ട് എനി മോർ എഫേർട്ട്. ഒരുപാട് സ്ട്രെയിൻ ഇല്ലാതെ തന്നെ നമുക്ക് മാറ്റാനുള്ള ഒരു ഫെസിലിറ്റിയാണ് കൺവേർട്ടിംഗ് ടെക്സ്റ്റ് ടു ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ. പക്ഷേ ഇതിനകത്ത് നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ കോളം സെപ്പറേറ്റേഴ്സ് നമ്മൾ കൊടുത്തിരിക്കണം. കോളം സെപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടേബിളിൽ നമുക്ക് എപ്പോഴും കോളംസും റോസും ഒക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു ലൈൻ ടെക്സ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ ആ ലൈനിൽ ഓരോ കോളത്തിലും വരേണ്ട ഡേറ്റ എന്താണ് എന്നുള്ളത് നമ്മളൊരു കോളം സെപ്പറേറ്റർ യൂസ് ചെയ്ത് അതിനകത്ത് കൊടുത്തിരിക്കണം. ഓക്കെ. ഇപ്പം കോളം സെപ്പറേറ്ററായിട്ട് നമ്മൾ പല ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അതായത് ടാബ് കൊടുക്കാറുണ്ട്, സെമിക്കോളൻ കൊടുക്കാറുണ്ട്, സ്പേസ് കൊടുക്കാറുണ്ട്. അതല്ലെങ്കിൽ വേറെ എന്ത് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്യാരക്ടർ വേണമെങ്കിലും നമുക്ക് കോളം സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. ഓക്കെ.
ഇനി ഓരോ പാരഗ്രാഫ് അത് കാണിക്കുന്നത് അടുത്ത ടേബിളിൻ്റെ റോയിനെയാണ് കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇങ്ങനെ കുറച്ച് ഡേറ്റ കൊടുത്തിരിക്കുന്നു, ടൈപ്പ് റൂറൽ അർബൻ. ഓക്കെ, ഇത് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ആദ്യത്തെ കോളം, റൂറൽ അടുത്ത കോളം, അർബൻ അടുത്ത കോളം. അപ്പോൾ കോമയാണ് ഇവിടുത്തെ കോളം സെപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു എൻട്രി കഴിഞ്ഞ് അടുത്ത ലൈനിലാണ് അടുത്ത് വന്നേക്കുന്നത്. അപ്പോൾ അടുത്ത ലൈൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടുത്ത റോ ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പ്ലാസ്റ്റിക് വേസ്റ്റ് 30, 55 ഇങ്ങനെയൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും കോളം ഡേറ്റ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കോളം സെപ്പറേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. സെപ്പറേറ്റർ എന്ന് പറയുന്നത് ടാബ് കൊടുക്കാം, കോമ കൊടുക്കാം, സെമി കോളൻ കൊടുക്കാം, സ്പേസ് കൊടുക്കാം, ഇങ്ങനെ പല ടൈപ്പ് ഓഫ് കോളം സെപ്പറേറ്റേഴ്സ് കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് ലൈൻ അല്ലെങ്കിൽ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അടുത്ത റോ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഈ ഒരു ടെക്സ്റ്റിനെ കോളമായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ടേബിൾ എന്ന് പറയുന്ന മെനുവിൽ പോവുക. ടേബിൾ മെനുവിൽ പോയിട്ട് കൺവേർട്ട് ടെക്സ്റ്റ് ടു ടേബിൾ എന്ന് കൊടുക്കണം. ആദ്യം നമ്മൾ ഈ ടെക്സ്റ്റിനെ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിന് ശേഷം ടേബിൾ മെനുവിൽ പോകണം. എന്നിട്ട് കൺവേർട്ട് ടെക്സ്റ്റ് ടു ടേബിൾ എന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ ഒരു കൺവേർട്ട് ടെക്സ്റ്റ് ടു ടേബിൾ ഡയലോഗ് ബോക്സ് വരും. ഈ ഡയലോഗ് ബോക്സിനകത്ത് നമ്മൾ ഈ ടെക്സ്റ്റിനെ എന്ത് സെപ്പറേറ്റർ യൂസ് ചെയ്താണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ പറഞ്ഞു കൊടുക്കണം. ടാബാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ടാബ് കൊടുക്കണം. സെമി കോളൻ, പാരഗ്രാഫ്, പിന്നെ വേറെ എന്തെങ്കിലും സിമ്പിളാണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതർ കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ ഏത് സിമ്പിളാണെന്ന് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ കോമയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് കോമ ഇവിടെ അതറിൽ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അതിനുശേഷം ഹെഡിങ്സോ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ നമുക്ക് കൊടുക്കാം. ദെൻ ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഈ ടെക്സ്റ്റിനെ കൺവേർട്ട് ചെയ്ത് ഇതുപോലെ ഒരു ടേബിൾ ഫോർമാറ്റാക്കി മാറ്റിത്തരും. അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻസേർട്ട് ടേബിൾ കൊടുത്തിട്ട് ടേബിളിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് എടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിൽ ടെക്സ്റ്റ് ഉള്ളതാണെങ്കിൽ നമുക്കതിനെ ഡയറക്റ്റായിട്ട് ടേബിളായിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടെക്സ്റ്റിനെ ടേബിളായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, മാറ്റുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റിനെ കോളംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, നമ്മൾ പറഞ്ഞു മാഗസീൻസ് അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ നമുക്ക് മാറ്റേഴ്സ് നമ്മൾ പല പല കോളംസ് ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അതുപോലെയുള്ള അതാണ് ഇവിടെ നമ്മൾ പറയുന്ന സ്പ്ലിറ്റിംഗ് ടെക്സ്റ്റ് ഇൻറ്റു കോളംസ് എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ കോളംസ് ആയിട്ട് സെറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ടൻറ്റിൻ്റെ റീഡബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതുമാത്രമല്ല ഒരുപാട് കണ്ടൻറ്റ് നമുക്ക് ഒരേ പേജിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാനും പറ്റും, അതുപോലെ റീഡബിലിറ്റി കൂട്ടാനും പറ്റും. ഈ രണ്ട് കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഫോർമാറ്റ് മെനുവിൽ പോയിട്ട് കോളംസ് എന്നുള്ള ഓപ്ഷനാണ് എടുക്കുന്നത്. ഫോർമാറ്റ് മെനുവിൽ പോയിട്ട് കോളംസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. ഓപ്ഷൻ എടുക്കുമ്പോൾ ഇതുപോലെ ഒരു ഡയലോഗ് ബോക്സ് വരും. ഇതിനകത്തുനിന്ന് എത്ര കോളംസ്, എത്ര നമ്പർ ഓഫ് കോളംസ് ആയിട്ടാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നമ്പർ ഓഫ് കോളംസ് ആയിട്ട് നമ്മുടെ പേജിനെ ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റ് എല്ലാം തന്നെ അങ്ങനെ കോളമായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത് സാധാരണ രീതിയിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ആ ടേബിളിൻ്റെ കോളം അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് മാറ്റർ തന്നെ നമ്മൾ കോളമായിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു കേസാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ അതാണ് സ്പ്ലിറ്റിംഗ് ടെക്സ്റ്റ് ഇൻറ്റു കോളംസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ അടുത്തൊരു ഫീച്ചറാണ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്ന് പറയുന്നത്. സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്ന് പറഞ്ഞത് ഇതിനകത്ത് നമ്മൾ, അതായത് ലിബ്രെ ഓഫീസ് റൈറ്ററിനകത്ത് നമ്മൾ സ്പെല്ലിങ്ങും ഗ്രാമർ മിസ്റ്റേക്കും ഒക്കെ ചെക്ക് ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ലിബ്രെ ഓഫീസ് റൈറ്ററിലാണെങ്കിലും ഏതൊരു വേർഡ് പ്രോസസ്സറിലാണെങ്കിലും അതിനകത്ത് ഓൾറെഡി ഒരു ഡിക്ഷണറി ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ ഡിക്ഷണറിയിലുള്ള വേർഡ്സുമായിട്ടാണ് നമ്മുടെ ഡോക്യുമെൻറ്റിലെ വേർഡ്സിനെ അത് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോഴത്തേന് എന്തെങ്കിലും മിസ്മാച്ച് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ നമുക്ക് കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ ആ കാണിച്ചു തരുമ്പോൾ നമുക്ക് അതിൽ കറക്ഷൻ വേണമെന്ന് തോന്നുവാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഇഗ്നോർ കൊടുത്ത് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ ഈ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എറർ ഫ്രീ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. സോ അപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റ് എറർ ഫ്രീ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ഫെസിലിറ്റി. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്താണ്? ഇങ്ങനെ ഒരു ബട്ടൺ നമ്മുടെ
ലിബ്രെ ഓഫീസ് റൈറ്ററിലുണ്ട്. ഒന്നുകിൽ ഇത് നമുക്ക് ക്ലിക്ക് ചെയ്യാം, അതല്ല എങ്കിൽ ടൂൾസ് മെനുവിൽ പോയിട്ട് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ഫെസിലിറ്റി എനേബിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകിൽ സ്റ്റാൻഡേർഡ് ടൂൾ ബാറിൽ തന്നെ നമുക്ക് ഈ ഒരു ഐക്കൺ ഉണ്ടായിരിക്കും, അതിൽ പ്രസ് ചെയ്യാം. അതല്ലെങ്കിൽ ടൂൾസ് എന്ന് പറയുന്ന മെനുവിൽ പോയിട്ട് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഓക്കെ, അപ്പോൾ അതിനകത്ത് അത് ഓരോ ഇതായിട്ട് കാണിച്ചു തരും. അത് നമുക്ക് ആവശ്യമുള്ളത് കറക്റ്റ് ചെയ്ത് നമ്മുടെ ഡോക്യുമെൻറ്റ് എറർ ഫ്രീ ആക്കി മാറ്റാനായിട്ട് പറ്റും. ഓക്കെ, സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നിപ്പോൾ ഓക്കെ, അതിൻ്റെ കൂടെ അതിൻ്റെ എക്സാമ്പിളായിട്ട് കാണിച്ചിരിക്കുന്നത്. സോ ആ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ നമ്മൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ബോക്സ് ഇവിടെ വരുന്നുണ്ട്. ആ ഡയലോഗ് ബോക്സിലാണ് നമുക്ക് കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ റെഡിൽ നമുക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റെഡ് കണ്ടു കഴിഞ്ഞാൽ അത് ഡിക്ഷണറിയിൽ ഇല്ലാത്ത വേർഡ്സിനെയാണ് ഇത് റെഡിൽ കാണിക്കുന്നത്. നമുക്കിവിടെ വേണമെങ്കിൽ ലാംഗ്വേജ് ഒക്കെ മാറ്റി സെറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ ഇത് നമുക്ക് മാറ്റാൻ ഇനി അതുപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് സജഷൻസും വരും. നമ്മുടെ ഈ വേർഡിന് പകരമായിട്ടുള്ള സജഷൻസാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിലേതെങ്കിലും ആണെങ്കിൽ നമുക്കിത് ഏതെങ്കിലും സെലക്ട് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറയാം. ഓക്കെ, അതല്ല നമ്മുടെ വേർഡ് തന്നെയാണ് കറക്റ്റ് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇഗ്നോർ കൊടുക്കാം. ഓക്കെ, ഇഗ്നോർ കൊടുക്കാം. പിന്നെ ഈ ഒരു വേർഡ് നമ്മുടെ ഈ ലിബ്രെ ഓഫീസിൻ്റെ ഡിക്ഷണറിയിലേക്ക് ആഡ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് ഇവിടെ ആഡ് ടു ഡിക്ഷണറി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇതിലേക്ക് ആഡ് ആവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് സ്പെല്ലിങ്സ് ഡയലോഗ് ബോക്സ്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് വിത്ത് ഫോർമുലാസ് ആണ്. ഫോർമുലാസ് എങ്ങനെയാണ് നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻസേർട്ട് എന്ന് പറയുന്ന മെനുവിൽ പോയിട്ട് ഒബ്ജക്റ്റിനകത്ത് ഫോർമുല എന്നുള്ള ഇതാണ് നമ്മൾ എടുക്കുന്നത്. ഇൻസേർട്ട് ഒബ്ജക്റ്റ് ഫോർമുല. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇക്വേഷൻ എൻട്രി ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസ് അല്ലെങ്കിൽ ഒരു ഡയലോഗ് ബോക്സ് കിട്ടും. ഈ ഡയലോഗ് ബോക്സിനകത്തു നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു ഡിവിഷനാണ് നമുക്ക് വരേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ബ്ലോക്ക് സെലക്ട് ചെയ്യും. ഓക്കെ, ഈ ഒരു ബ്ലോക്ക് സെലക്ട് ചെയ്യും. എന്നിട്ട് ആ മുകളിലത്തെ സ്ക്വയറിൽ നമ്മൾ ഈ ഇക്വേഷൻ ടൈപ്പ് ചെയ്യും. അതുപോലെ താഴത്തെ സ്ക്വയറിൽ ഈ ഇക്വേഷൻ ടൈപ്പ് ചെയ്യും. ഓക്കെ, അതിന് രണ്ട് വലിയ ഇക്വേഷൻസ് തമ്മിൽ പ്ലസ് ചെയ്യാനാണെങ്കിൽ അത് നമ്മളിങ്ങനെ ചെയ്യും. അതുപോലെ നമുക്ക് ആവശ്യമുള്ള ഏത് രീതിയിലാണോ നമുക്ക് ഇക്വേഷൻ വരേണ്ടത് ആ രീതിയിൽ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് സെലക്ട് ചെയ്തിട്ട് നമുക്കത് ടൈപ്പ് ചെയ്ത് ആ ഒരു രീതിയിൽ തന്നെ ഫോർമുല നമ്മുടെ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഇൻസേർട്ട് മെനുവിൽ പോയിട്ട് ഒബ്ജക്റ്റിനകത്ത് ഫോർമുല എന്നുള്ള ഓപ്ഷനാണ് എടുക്കേണ്ടത്. ഓക്കെ, ഇനി അതുപോലെ നമുക്ക് ടേബിൾ ഓഫ് കണ്ടൻസ് കൊടുക്കാം. ടേബിൾ ഓഫ് കണ്ടൻസ് ഒക്കെ നോർമലി നമ്മുടെ ബുക്ക് പോലെ മാഗസീൻ പോലെയൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബുക്കിനകത്ത് എന്തൊക്കെ കണ്ടൻസ് ആണ് ഉള്ളത് എന്നുള്ളത് ഒരു അറ്റ് എ ഗ്ലാൻസ് പോലെ നമ്മൾ ഫസ്റ്റ് പേജായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്, ഇൻഡെക്സ് ആയിട്ടൊക്കെ കൊടുക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ ടേബിൾ ഓഫ് കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കൊടുക്കാനായിട്ട് ഇൻസേർട്ട് മെനുവിൽ പോയിട്ട് ഇൻഡെക്സസ് ആൻഡ് ടേബിൾസ് എടുക്കുക, അതിനകത്ത് എൻട്രി എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വരും. ഈ ഡയലോഗ് ബോക്സിനകത്ത് ഇൻഡെക്സ് നമുക്ക് ടേബിൾ ഓഫ് കണ്ടൻസ് ആണ് വേണ്ടതെങ്കിൽ ടേബിൾ ഓഫ് കണ്ടൻസ് കൊടുക്കാം. കൊടുത്തിട്ട് ഇൻസേർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് ഇൻഡെക്സ് ക്രിയേറ്റ് ആയി അല്ലെങ്കിൽ ടേബിൾ ഓഫ് കണ്ടൻസ് ക്രിയേറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ദെൻ അതുപോലെ ഇൻസേർട്ട് ഇൻഡെക്സ് ഓർ ടേബിൾ ഡയലോഗ് ബോക്സ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് പല ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും. പേജിന് എന്താണ് ടൈറ്റിൽ വരേണ്ടത്, അതിലെന്തൊക്കെ എങ്ങനെയൊക്കെ വരണം, സബ് ഹെഡിങ്സ് എങ്ങനെ വരണം, പേജ് നമ്പർ ഡിസ്പ്ലേ ചെയ്യേണ്ട കാര്യമുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഒരു പ്രൊഫഷണൽ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളത്. അതായത് ഗ്രാഫിക്സ് ഇൻക്ലൂഡ് ചെയ്യാനുണ്ട് പ്രൊഫഷണൽ ഡോക്യുമെൻറ്റ്സിൽ, ചാർട്ടുകൾ വരും, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യേണ്ടി വരും, ടേബിൾ ഓഫ് കണ്ടൻസ് ഇൻസേർട്ട് ചെയ്യേണ്ടി വരും, പേജ് ബ്രേക്ക് കൊടുക്കാനുണ്ട്, സ്പെഷ്യൽ സിമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇത്രയും വരെ പഠിച്ചത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് നിങ്ങളുടെ നോ യുവർ പ്രോഗ്രസ് എന്നുള്ളത് അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ്സ് വഴി ചോദിക്കുക. പിന്നെ നിങ്ങളുടെ
അഭിപ്രായങ്ങൾ അറിയിക്കുക ക്ലാസ്സിനെ കുറിച്ച്. എങ്കിൽ മാത്രമേ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടെങ്കിൽ ഒരു കമൻ്റ് ഇട്ടാൽ നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് വീഡിയോ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഈ ക്ലാസ്സിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. അതനുസരിച്ച് ഞാൻ ആ ഒരു ഇമ്പ്രൂവ്മെൻ്റൊക്കെ ചെയ്ത് നിങ്ങൾക്ക് തരാം. മാക്സിമം എല്ലാവർക്കും യൂസ്ഫുൾ ആകണം എന്നുള്ള രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത്. Okay, then bye for now. Take care. Bye.